JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് പരീക്ഷ 4-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ലാറ്റിൻ ഭാഷയായിരുന്നു അല്ലേ. എന്തായിരുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ പ്രാഥമിക ഭാഷ? എന്തായിരുന്നു? ലാറ്റിൻ ഭാഷ. അടുത്ത ക്വസ്റ്റ്യൻ. സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് നാഗരികതയാണ്? സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഏത് നാഗരികതയാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, മെസോപ്പൊട്ടോമിയൻ ആണല്ലേ. സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മെസോപ്പൊട്ടോമിയൻ നാഗരികതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. മുകളിൽ പറഞ്ഞവയെല്ലാം ഗ്രീക്ക്, റോമൻ, വെങ്കലയുഗ സംസ്കാരം, നവോത്ഥാനം. സമൂഹത്തിലും സംസ്കാരത്തിലും ചെലുത്തിയ സ്വാധീനം മൂലം മനുഷ്യ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെയാണ്? ഈ ഗ്രീക്ക്, റോമനും വെങ്കലയുഗ സംസ്കാരവും നവോത്ഥാനവും. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് മൗര്യ ചക്രവർത്തിയാണ് പിയാദേശി എന്ന പദവി സ്വീകരിച്ചത്? ഏത് മൗര്യ ചക്രവർത്തിയാണ് പിയാദേശി എന്ന പദവി സ്വീകരിച്ചത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, അശോക ചക്രവർത്തിയാണല്ലേ. അശോകൻ എന്ന മൗര്യ ചക്രവർത്തിയാണ് പിയാദേശി എന്ന പദവി സ്വീകരിച്ചത്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയ. ഋഗ്വേദം, അഥർവ്വേദം, യജുർവേദം, സാമവേദം. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, യജുർവേദമാണല്ലേ. യജുർവേദം വേദകാല സാഹിത്യങ്ങളിൽ ഒന്നാണ് ആചാരങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നത്. ഏതാണ്? യജുർവേദം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരില് ആരാണ് ജൈനമതം സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ശ്രാവണ ബലഗോളയില് ചെലവഴിക്കുകയും BC 232 അന്തരിച്ചത്? താഴെ പറയുന്നവരില് ആരാണ് ജൈനമതം സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ശ്രാവണബലഗോളയിൽ ചെലവഴിക്കുകയും BC 232 അന്തരിച്ചത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ചന്ദ്രഗുപ്ത 1 ആണല്ലേ. ചന്ദ്രഗുപ്ത 1. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഗുപ്ത സാമ്രാജ്യ കാലത്തെ പ്രമുഖ വ്യാപാര മാർഗം? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ഗുപ്ത സാമ്രാജ്യ കാലത്തെ പ്രമുഖ വ്യാപാര മാർഗം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, പടിഞ്ഞാറൻ റൂട്ട്. പടിഞ്ഞാറൻ റൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. 1928 സൈമൺ കമ്മീഷൻ കേരളത്തില് വന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ആരാണ്? 1928 സൈമൺ കമ്മീഷൻ കേരളത്തിൽ വന്നതിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളിൽ ആരാണ്? താഴെ പറയുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, KP കേശവമേനോൻ. KP കേശവമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായി കണക്കാക്കുന്നത്? സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഏത് സ്മാരകമാണ് യഥാർത്ഥ കമാനങ്ങളുടെ ആദ്യ ഉദാഹരണമായി കണക്കാക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ബാൽബന്റെ ശവകുടീരം, ഡൽഹി. ബാൽബന്റെ ശവകുടീരം, ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ.
ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദിഘാനികായ എന്ന ബുദ്ധമത കേന്ദ്രം ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദിഘാനികായ എന്ന ബുദ്ധമത കേന്ദ്രം ഏത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിശദമായ ഉപദേശപരമായ വിശദീകരണം. വിശദമായ ഉപദേശപരമായ വിശദീകരണം. അടുത്ത ക്വസ്റ്റ്യൻ. ജൈനമതത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാവീരൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? ജൈനമതത്തിന്റെ പശ്ചാത്തലത്തില് മഹാവീരൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കൽ. ജൈന തത്വചിന്തയുടെ തൂണുകൾ സ്ഥാപിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ. 1815 വാട്ടർലൂ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? 1815 വാട്ടർലൂ യുദ്ധത്തിന്റെ പ്രാധാന്യം എന്തായിരുന്നു? ആർക്കൊക്കെ അറിയാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഇത് നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തി. ഇത് നെപ്പോളിയൻ ബോണോപ്പാർട്ടിന്റെ പരാജയത്തെ അടയാളപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ. നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷൻ ഉള്ളതുമായ ആദ്യകാല എഴുത്തു സമ്പ്രദായം എന്താണെന്ന് പറയുക? നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷനുകൾ ഉള്ളതുമായ ആദ്യകാല എഴുത്ത് സമ്പ്രദായം എന്താണെന്ന് പറയുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ക്യൂണിഫോം. ക്യൂണിഫോം ആണല്ലേ, ക്യൂണിഫോം. അടുത്ത ക്വസ്റ്റ്യൻ. സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവിയുടെ പേര്? സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവിയുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ആരാണ്? ഓപ്ഷൻ സി ആണല്ലേ, മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത കവിത എഴുതിയ കവി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റിന്റെ പേര്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ആനി ബസന്റ് ആണല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സംഘയുഗത്തിൽ ഉമനാർ എന്ന പദം ആരെയാണ് പരാമർശിക്കുന്നത്? സംഘയുഗത്തില് ഉമനാർ എന്ന പദം ആരെയാണ് പരാമർശിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഉപ്പ് ചില്ലറ വ്യാപാരികൾ. ഉപ്പ് ചില്ലറ വ്യാപാരികൾ. അടുത്ത ക്വസ്റ്റ്യൻ. കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കംഫട്ട് ഉൾക്കടലിനോട് ചേർന്നുള്ള ലോതൽ എന്തിനാണ് അറിയപ്പെടുന്നത്? എന്തിനാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. സമുദ്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? ഏതാണ് ശരി? എ, ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു. ബി, ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നില്ല. 3, സി, ഇന്ത്യൻ ചരിത്രത്തിന്റെ പിതാവ് എന്നാണ് CRS ശർമ്മ അറിയപ്പെടുന്നത്. ഡി, ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയുമാണ് ചരിത്രം. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഇനി പറയുന്ന വാക്യങ്ങളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, എ ആൻഡ് ഡി. ചരിത്രം ഒരു സ്വത്വബോധം നൽകുന്നു. ഓപ്ഷൻ ഡി, ഒരു പ്രത്യേക വസ്തുവുമായോ വ്യക്തിയുമായോ ബന്ധപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ പരമ്പരയുമാണ് ചരിത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ
പോരാടിയ സൈനികർക്ക് നൽകിയ പേര്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് കിടങ്ങുകളിൽ പോരാടിയ സൈനികർക്ക് നൽകിയ പേര്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡോഫ് ബോയ്സ്. ഡോഫ് ബോയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള കേരളത്തിലെ 4 ജില്ലകളിൽ അവരോഹണ ക്രമത്തിലാക്കുക. ഡിസെൻഡിങ് ഓർഡർ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള കേരളത്തിലെ 4 ജില്ലകൾ അവരോഹണ ക്രമത്തിലാക്കുക. ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഒന്നാക്കി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കണ്ണൂര്, പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂര്. കണ്ണൂര് അവരോഹണ ക്രമത്തിലാക്കുമ്പോൾ കണ്ണൂര്, പത്തനംതിട്ട, കൊല്ലം, തൃശ്ശൂര്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.